ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്നില്ലേ നമുക്ക് ഇനി വെക്കേഷനൊക്കെ ആകാൻ പോവാട്ടോ. പിള്ളേരൊക്കെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെക്കേഷനൊക്കെ കഴിയുമ്പോൾ ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ വരുമല്ലോ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ. അപ്പൊ അവർക്ക് വേണ്ടി നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് 7D പ്രിന്റ് ഉള്ള ഡിജിറ്റൽ പ്രിന്റ് ഉള്ള ബെഡ്ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ പഴയ ഡിസൈൻസ് ഒന്നും ഇല്ല കേട്ടോ, എല്ലാം പുതിയ ഡിസൈൻസ് ആണ്. അപ്പൊ നല്ലൊരു ആനക്കുട്ടനാണ് കേട്ടോ, നല്ല രസമില്ലേ, നല്ല ഭംഗിയായിട്ടുള്ള ആനക്കുട്ടനാ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ കാണുമ്പോഴില്ലേ ഭയങ്കര സന്തോഷം വരും അല്ലേ, നമുക്ക് തന്നെ നല്ല സന്തോഷം വരും. പിന്നെ പിള്ളേരുടെ കാര്യം നമുക്ക് പറയാനുണ്ടോ, ഇത് നമ്മളൊന്ന് കുഞ്ഞായിരുന്നപ്പോ ഇങ്ങനത്തെ ഷീറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. അതാണ് ഇതിന്റെയൊക്കെ ഒരു വലിയ, ആദ്യം വീട്ടിൽ കാണാൻ പോലും ഇല്ലായിരുന്നു കേട്ടോ. എന്തൊക്കെയാണല്ലേ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഷീറ്റ് ഇതുണ്ടോ. അന്നൊക്കെ ഇല്ല, ഇങ്ങനത്തെ ഇല്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, ഇനി ഉള്ളത് നല്ല ഭംഗിയായിട്ടുള്ള പില്ലോ കവേഴ്സ് ആണ് കേട്ടോ. ഇത് കണ്ടോ, നല്ലതായിട്ട് ഇത് എന്തോ ആലോചിച്ച് ഒരു ട്രീയുടെ അടി നിൽക്കുക കേട്ടോ. മുഴുവൻ പൂക്കളൊക്കെ ഉണ്ട്. ആ പൂക്കൾ ആക്ച്വലി ഇങ്ങനെ എന്താ പറയുക, കാറ്റത്ത് ഇങ്ങനെ പുള്ളിയുടെ തലയിലോട്ടൊക്കെ വീഴുന്ന പോലെയൊക്കെ നല്ല ക്രൗൺ ഒക്കെ വെച്ച് ഇതൊക്കെ നമുക്ക് പിള്ളേരെ കാണിച്ചു കൊടുക്കുമ്പോഴില്ലേ കുറേ സന്തോഷമാവും കേട്ടോ. അവർക്ക് ഈ ചെറിയ ചെറിയ സന്തോഷങ്ങളുണ്ടല്ലോ, അതൊരു വലിയ സന്തോഷമാണ് കേട്ടോ. ഇനിയുള്ളത് നമുക്കിങ്ങനെ ടൂറൊക്കെ പോകണ്ടേ. ഇനി ക്രിസ്മസിന് ഇതുവരെയായിട്ട് മാറിയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഈസ്റ്റർ ഒക്കെ വരുവാണ്, പിന്നെ വെക്കേഷനൊക്കെ തുടങ്ങുവാണ്. അപ്പം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ബാഗ്. ഇത് ലൈറ്റ് വെയിറ്റ് ക്വിൽറ്റഡ് ബാഗ് ആണ് കേട്ടോ. അതായത് നല്ല ഇത് കണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ക്വിൽറ്റഡ് ബാഗുകളാണ്, നല്ല രസമാണ്. അകത്തും ഇങ്ങനെ ക്വിൽറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അകത്തൊരു ചെറിയ പൗച്ച് ഉണ്ട് കേട്ടോ, വേഗം ഒരു ഫോൺ എടുക്കാൻ വേണ്ടി. അത് അടപ്പുള്ള പൗച്ചല്ല, അടപ്പില്ലാത്ത പൗച്ചാണ്. കാരണം ചില ആൾക്കാർക്ക് ഇത് തുറന്നൊക്കെ എടുക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ അകത്ത് അങ്ങനെയുള്ളതും കൂടെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ അകത്ത് ക്വിൽറ്റഡ് ആയിട്ടുള്ള നല്ല ബാഗുകൾ ഇപ്രാവശ്യം ക്ലോത്തിന്റെ നമ്മുടെ സൈസും കൂടെ കുറച്ച് വലുതാണ് കേട്ടോ, സാധാരണ. പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള വിലയാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇനിയുള്ളത് നമ്മുടെ പഴയകാല ബെഡ്ഷീറ്റ് ആട്ടോ. പഴയകാല ബെഡ്ഷീറ്റ് പറയുമ്പോൾ ആക്ച്വലി നമ്മുടെ സിംഗിളും അല്ല ക്യൂനും അല്ല, അതിൻ്റെ നടുക്കൊരു സൈസ് ഉണ്ട്. അത് പണ്ടത്തെ കാലത്തൊക്കെ അപ്പച്ചനും അമ്മച്ചിമാരൊക്കെ അത്രയുള്ള കട്ടിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ഈ വലിയ കിങ് സൈസ്, അണ്ടക്കാട്ട കിങ് സൈസ് ഒക്കെ വന്നിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ല ഭംഗിയായിട്ടുള്ള, അന്നൊക്കെ കട്ടിലുകൾ പക്ഷെ നല്ല കൊത്തുപണികളൊക്കെ ഉണ്ട്, നല്ല രസമായിരുന്നു കാണാനേ. ഇതുണ്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷീറ്റ്. ഇതുണ്ട് എന്ത് രസമാണെന്ന് നോക്കിയേ. ഇതൊരു എന്താ പറയുന്നേ, ഇതൊരു പഴയകാല ഷീറ്റാണ്. ഇതിന്റെ സൈഡിലും ബോർഡർ ഉണ്ട്. നല്ല വലിയ പില്ലോ കവേഴ്സ് ആണ്. പ്രത്യേകം ഞാൻ പറയുക, ഇത് സിംഗിളും അല്ല ക്യൂനും അല്ല, അതിന്റെ നടുക്കുള്ള പീസാട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റാണ്. ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റിലുമാണ്. ഇനി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പ്രിന്റ് ആട്ടോ ഇത് ആക്ച്വലി നല്ല ഡാർക്ക് കളറാണ്. പക്ഷെ ഇതിന് ഡാർക്ക് ആണെങ്കിലും ഇതിന്റെ ഈ ലീവ്സ് ഉണ്ടല്ലോ, അവൻ നല്ല തെളിഞ്ഞു നിൽക്കും കേട്ടോ, നല്ല ഭംഗിയായിട്ട് തെളിഞ്ഞു നിൽക്കും. സൈഡ് ബോർഡർ കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള കളറാണ്. ഇത് നമുക്ക് പഴയകാല ഡബിൾ കോട്ടിന്റെ സൈസ് ആണ്. ഇതിന്റെ സൈസ് നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചാൽ മതി, അതനുസരിച്ച് നമ്മൾ പറഞ്ഞു തരും കേട്ടോ. ഇതാണ് കേട്ടോ. ഇനി ഉള്ളത് നല്ല ഒരു ഫ്ലോറൽ പ്രിന്റ്. ഫ്ലോറൽ നമ്മുടെ ഇംഗ്ലീഷ് പ്രിന്റ് എന്നൊക്കെ പറയത്തില്ലേ, ഇതുപോലത്തെ സെയിം കളർ കോമ്പിനേഷനൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാനാണ് ഇതിൻ്റെയൊക്കെ കട്ട് പീസൊക്കെ വെച്ച് അതും ഇതൊക്കെ ചുമ്മാ അവിടെ ഇവിടെ ഒട്ടിച്ചൊക്കെ വെക്കും. ആൾക്കാർ ഓർക്കും ഇവക്ക് വട്ടാന്നൊക്കെ എന്നോട് വീട്ടിൽ പറയാറുണ്ട് കേട്ടോ. അത് മീൻസ് ഇങ്ങനെ ഓരോ കട്ട് പീസൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ പ്ലേറ്റിൻ്റെ മുകളിൽ ഒക്കെ ഒട്ടിക്കും, എന്തൊക്കെയൊക്കെ ചെയ്യും. എന്നിട്ട് അത് ലാസ്റ്റ് അത് അവിടെ ഇവിടെയൊക്കെ കിടക്കും. എന്നാലും അതൊക്കെ ഒരു ചെയ്യുമ്പോൾ ഒരു സുഖമാണ്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷീറ്റാണ്. എന്നാ രസമാണെന്ന് നോക്കിയേ. ഇത് കണ്ടോ, നല്ല ഇതൊക്കെ റിയാലിറ്റിയിൽ ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. അതായത് ചില കട്ട് പീസുകൾ കൊണ്ടൊക്കെ നല്ല സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. മാഗ്നിസ്കേപ്സ് എൻട്രൻസിൽ തന്നെ അങ്ങനെ ഒരു സൂത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള 2 വലിയ പില്ലോ കവേഴ്സ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. അപ്പൊ ഇപ്പൊ ഞാൻ കാണിച്ചതെല്ലാം എന്താ പറയുന്നത്, പഴയകാല ഡബിൾ കോട്ടാണ്. നല്ല ഭംഗിയായിട്ട് ആരോ എനിക്കിവിടെ എന്തോ കടിച്ചു, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുക എന്താ 2-3 പ്രാവശ്യമായപ്പോൾ നിങ്ങൾ ഓർത്ത് കാണും ഇതെന്താ പരിപാടിന്ന്. അപ്പൊ ആക്ച്വലി നല്ല ഡബിൾ കോട്ടിന്റെ സൈസാണ് ഇപ്പൊ ഞാൻ കാണിച്ചത്. ഇനി വെക്കേഷൻ കഴിയുമ്പോൾ നമ്മൾ എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നമ്മൾ ലിസ്റ്റായിട്ടൊക്കെ എഴുതി വെക്കുമ്പോൾ ചില ആഗ്രഹങ്ങളല്ല അതിനകത്തൊരു 10 സാധിക്കും കേട്ടോ. ചിലതൊക്കെ അതിനകത്ത് സാധിക്കാൻ നമുക്ക് പറ്റും. അപ്പൊ അയ്യോ എനിക്കിത് പറ്റത്തില്ലോ എന്ന് ഓർത്തൊന്നും വെറുതെ ഇരിക്കണ്ട, നമുക്കതെല്ലാം പറ്റും കേട്ടോ. മുട്ടുകാല് വേദനയാ
എനിക്ക് ബീച്ചിൽ പോകാൻ പറ്റത്തില്ലെന്ന് ചില ആൾക്കാർ ആലോചിക്കും. പക്ഷെ നമുക്കൊന്നും ഒരു ദിവസം ഒന്ന് പോയാൽ നോത്ത് കുഴപ്പമൊന്നുമില്ല. പയ്യെ പയ്യെ നടന്നൊക്കെ അവിടെയൊക്കെ പോയി ഒരു കാറ്റൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു സുഖമൊക്കെ ഇല്ലേ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഒരു നല്ലൊരു ഷീറ്റാണ് ഇത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷീറ്റാട്ടോ ഇത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം മഞ്ഞ കളറിൽ നല്ല പൂക്കൾ, നല്ല തെളിഞ്ഞ പൂക്കൾ, സൈഡ് ബോർഡർ. ഇത് കണ്ടോ, നല്ല ഒരു ഗ്രീൻ കളറ്, നല്ല ഭംഗിയായിട്ടുള്ള ഗ്രീൻ കളറിലുള്ള നല്ലൊരു കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ്. 4 സൈഡിലും പ്ലെയിൻ കളർ ബോർഡർ ബെഡ്ഷീറ്റ് ആണ്. തിക്കായിട്ടുള്ള കോട്ടൺ ആണ്. ഒരു വ്യത്യാസമില്ല. നല്ല ക്വാളിറ്റി, നല്ല കളർ ഗ്യാരണ്ടിയോട് കൂടി വരുന്ന ഷീറ്റാണ്. ഇത് കണ്ടോ, ഇതിന്റെ അടുത്ത പ്രിന്റ് നല്ല കുനുകുനാന്നുള്ള പൂ വേണമെന്നൊക്കെ ചില ആൾക്കാർ ആഗ്രഹിക്കത്തില്ലേ. ഇതൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ നല്ലൊരു റോസാ പൂവാട്ടോ. റോസാപ്പൂവൊക്കെ ഇടുന്ന ആൾക്കാർ, കുത്തിയൊക്കെ പണ്ടൊക്കെ നടക്കുന്ന ആൾക്കാർക്ക് ഈ ഷീറ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടും. ഇപ്പൊ പിള്ളേർ റോസാപ്പൂ വെക്കുവോ? ഇതുണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഷീറ്റ്. സൈഡ് ബോർഡറും നന്നായിട്ട് എൻഹാൻസ് ചെയ്യുന്ന ഒരു കളറാണ്. അപ്പൊ നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. പിന്നെ മാഗ്നസ് കേവ്സിൽ വരേണ്ട വഴിയുണ്ടല്ലോ, എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. ഇവിടെ വന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. തൊട്ട് എല്ലാം നോക്കി വാങ്ങിക്കാം. നിങ്ങൾ റിലാക്സ് ചെയ്ത്, നിങ്ങൾക്ക് സമയം എടുത്ത്, നിങ്ങൾ പയ്യെ നിങ്ങൾക്ക് നോക്കി എടുത്ത് വാങ്ങിക്കാം. നമ്മൾ കാണിച്ച് നല്ലതായിട്ട് തരും. പിന്നെ എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ മാഗ്നസ് കേവ്സ് വരേണ്ട വഴി എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. അത് ആക്ച്വലി നമ്മുടെ മെട്രോ പില്ലർ നമ്പർ 795 സൈഡിലുള്ള റോഡ്. അവിടെ നമുക്ക് വഴി നോക്കുമ്പോൾ HP വേൾഡ്, ഒലീവിയ, ലോട്ടസ് അങ്ങനെയൊക്കെ വലിയ കടകളൊക്കെ നല്ല വലിയ ബോർഡിൽ കാണും കേട്ടോ. അപ്പൊ ജസ്റ്റ് ഇങ്ങോട്ട് തിരിയുമ്പോഴാണ് ചെറുപറമ്പത്ത് റോഡ് ഉള്ളത്. 795. നമ്മുടെ ബെഡ്ഷീറ്റിന് വില ആലോചിച്ച് വരരുത് കേട്ടോ. ആൻറ്റിമാരൊക്കെ ഒരുപാട് പ്രാവശ്യം കേൾക്കുമ്പോഴില്ല ആ ഒരു ചിന്തയാണ് കേട്ടോ. അപ്പൊ അതുപോലെയുള്ള ലൈക്ക് ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിൽ സെക്കൻഡ് ഗേറ്റ് ആണ് മാഗ്നസ് കേവ്സ്. ഫ്രണ്ടിൽ ഒരു വണ്ടിക്ക് പാർക്കിംഗ് ഉള്ളൂ, ബാക്കിൽ ഒരുപാട് വണ്ടികൾക്ക് പാർക്കിംഗ് ഉണ്ട്. പിന്നെ ഉള്ളത് എന്നാണെന്നറിയാമോ, നമ്മുടെ മാഗ്നസ് കേവ്സിൽ വരുമ്പോൾ ഫ്രണ്ടിൽ ഒരു വണ്ടിക്ക് പാർക്കിംഗ് ഉള്ളു കേട്ടോ. അപ്പോൾ അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ ബാക്കിൽ പോയി പാർക്ക് ചെയ്ത് തിരിച്ചിങ്ങോട്ട് വന്ന് വെബ്സൈറ്റിൽ ഫോട്ടോസ് എല്ലാം തന്നെ ഇട്ടിട്ടുണ്ട്. അവിടെയും കണ്ടില്ലെങ്കിൽ നമ്മളടുത്ത് ഓൺലൈനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. Thank you.